ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ കുറേ ഡ്രസ്സും ചട്ടിയും പാത്രങ്ങളൊക്കെ ആയിട്ടുന്നായിരിക്കും അല്ലേ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. സ്കൂളൊക്കെ പൂട്ടിയില്ലേ, അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക്. ഇനിയിപ്പോൾ ഈ അടുത്ത 2 ദിവസങ്ങളിലൊക്കെ ഏകദേശം എല്ലാ വീടുകളിലും ഇത് തന്നെ ആയിരിക്കും അല്ലേ. എല്ലാവരും വീട്ടിൽ പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലീവ് കിട്ടുമ്പോഴല്ലേ എല്ലാവർക്കും അധികം വീട്ടിൽ പോകാനൊക്കെ പറ്റുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ സ്കൂളും മദ്രസും ഒരുമിച്ചുള്ള സ്ഥലത്തായതുകൊണ്ട് പിന്നെ ആ ഒരു വിഷയമില്ല കേട്ടോ. സ്കൂളില്ലെങ്കിൽ പിന്നെ മദ്രസും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം കുറച്ച് പുതിയ ഡ്രസ്സുകളാണ് പാക്ക് ചെയ്തിട്ടുള്ളത്, എൻ്റെതും കുട്ടികളുടെയൊക്കെ. നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസും അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സുകളും ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ എൻ്റെത് ആദ്യം ആ ബാഗിലിട്ട് നോക്കിയപ്പോൾ കൊള്ളുന്നില്ല. അപ്പോൾ പിന്നെ മക്കളത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ നമ്മുടെ ഡ്രസ്സുകളൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ നിൽക്കാൻ വരല് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീവ് കിട്ടുമ്പോഴാണ് അധികവും കുറേ ദിവസത്തിനൊക്കെ നിൽക്കാൻ വരല്. അല്ലാതെ പിന്നെ കുറച്ച് ദൂരമുണ്ട്, ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴും അങ്ങനെ വന്ന് പോകാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ നമ്മൾ വരുമ്പോൾ കൊണ്ടുവരും, പോകുമ്പോൾ കൊണ്ടുപോകും, അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒക്കെ മുടി വരുന്ന ചീർപ്പ് എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കും കേട്ടോ, അത് വീട്ടിലെത്തുമ്പോഴായിരിക്കും ഓർമ്മ വരിക. പിന്നെ ഇപ്പോൾ 3 ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മയക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉമ്മമാരെടുത്ത് കൊണ്ടുവന്നിട്ട് അവർ മയക്കി തന്നിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ. പിന്നെ ഉമ്മാൻ്റെ പാത്രങ്ങളാണ്. അതിപ്പോൾ ഏകദേശം എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ, നമ്മളെ വീട്ടിലത്തെ സ്വന്തം പാത്രങ്ങൾ നമ്മൾ നിൽക്കാൻ വന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ അതും മറക്കാണ്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഫയലാണ് കേട്ടോ. എനിക്ക് വന്നിട്ട് വേണമെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ചായി ഇപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ നടത്തിയിട്ട്, അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് ഫയലൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നോക്കുമ്പോൾ കണ്ണട കാണുന്നില്ല കേട്ടോ. ഞാൻ കുറേ ആയിട്ട് ആ പെട്ടിയിൽ തന്നെയാണ് കണ്ണട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ഗ്ലാസ്സിന് കംപ്ലൈൻ്റ് ആയത് കാരണം കണ്ണട യൂസ് ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ കണ്ണട തന്നിട്ട് എവിടെയും കാണുന്നില്ല. അങ്ങനെ ലെൻസ് സൊല്യൂഷനൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ കണ്ണട തരികയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് തിരഞ്ഞതിന് ശേഷം വേറൊരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണട കിട്ടി. പിന്നെ നമ്മുടെ വാച്ചിൻ്റെ ചാർജർ, അതുപോലെ മൊബൈലും ചാർജറും. പിന്നെ ഇപ്പോൾ ട്രൈപോഡ് എടുക്കും കേട്ടോ. അതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് എടുത്തിട്ടില്ല. അത് പിന്നെ നമ്മളെവിടെ പോവുകയാണെങ്കിലും നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ചെറിയ ബോക്സിൽ മക്കളുടെ ഹെയർ ആക്സസറീസും വളമാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ എടുക്കാനുള്ളതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ചെരുപ്പിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ കുറച്ച് മക്കൾക്കുള്ള ഷൂവും കാര്യങ്ങളൊക്കെ അങ്ങനെയും എക്സ്ട്രാ കൊണ്ടുപോകും കേട്ടോ. പിന്നെ വീട്ടിലിടാനുള്ള ചെരുപ്പൊക്കെ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാ ഭാര്യമാരും ചെയ്യുന്നത് പോലെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയല്ലേ ഇത്. ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയണാക്കി വെക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ 10 ദിവസത്തിനേക്കാണ് കേട്ടോ ഇൻഷാ അല്ലാഹ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് 10 ദിവസത്തിനൊന്നും എന്തായാലും തികയില്ല, എന്നാലും അയണാക്കി വെക്കുകയാണ്. ഈ ഒരു പരിപാടി ഏകദേശം എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ ചെയ്ത് വെക്കുന്നതാണല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ തന്നെ അല്ലേ പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അവരൊറ്റയ്ക്ക് ചെയ്യേണ്ടേ എന്നുള്ള ഒരു ഇടങ്ങേറ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അധികം ആൾക്കാരും ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് അയണാക്കി സെറ്റാക്കി വെക്കുക, അങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സമാധാനമാണ്. അങ്ങനെ ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചൊരു വഴുതനങ്ങി മുരുങ്ങൻ്റെയിലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഉമ്മക്ക് കൊണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ അവർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമല്ലേ. അതുപോലെ തന്നെ അവിടുന്ന് നമ്മൾ എന്തായാലും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരും. അപ്പോൾ എൻ്റെ വീട് എന്ന് വെച്ചാൽ മുത്തങ്ങയാണ് കേട്ടോ. അപ്പോൾ അവിടെ കാട് ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാവില്ല. എത്ര നട്ടുണ്ടാക്കിയിട്ടും കാര്യമില്ല കേട്ടോ. ഒന്നിങ്ങനെ ചെറുതായിട്ടുണ്ടാകുമ്പോഴത്തേക്ക് അത് കുരങ്ങ് വന്നിട്ട് എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് താമസം മാറിയതുകൊണ്ട് നമ്മളിപ്പോൾ വെജിറ്റബിൾസൊക്കെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ അവിടുന്ന് കൊണ്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ട് കൊടുത്താൽ അവരുപയോഗിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതു അതൊക്കെ നിലത്തൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ അവളെ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടൊക്കെ സെറ്റാക്കുകയാണ്.
ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഇന്നലെ, അതായത് മോൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നു ഇന്നലെ. ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ശനിയാഴ്ച ആകുമ്പോൾ പിന്നെ കുഞ്ഞാക്കാക്ക് ഒഴിവില്ല കൊണ്ടാക്കി തരാനെന്ന് പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച തന്നെ പോകാമെന്ന്, ഇന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോകാനുള്ള പ്ലാനൊക്കെ പെട്ടെന്ന് ഉണ്ടായതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പാക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എന്തായാലും ശനിയാഴ്ച വരാമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ പിന്നെ ശനിയാഴ്ച പണിയുള്ളത് കാരണം പിന്നെ ഇന്നെ ആക്കി തന്നു. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് നല്ല രാവിലെയാണ്, അതാണ് സൗണ്ടിനൊക്കെ ഒരു മാറ്റം. ഇനിയിപ്പോൾ ഇതാ മുരിങ്ങൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടേക്ക് പോകുമ്പോൾ എന്തായാലും ഒരു ലോഡ് സാധനം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെയാണ് തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെറുക്കിയിട്ട് വരും. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കുഞ്ഞാക്ക വരുന്നതിന് മുന്നേ തന്നെ കാറിലേക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. കുഞ്ഞാക്ക വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇരുട്ടത്ത് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെയും പോകുമ്പോൾ പിന്നെയും ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ വേഗം എടുത്ത് വെക്കണം. അപ്പോൾ ആദ്യം ഞാൻ കൊണ്ടുവന്നിട്ട് നോക്കിയ കാറിൻ്റെ കീ ഒക്കെ വേറെ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറേ കുത്തി നോക്കി, എന്ത് ചെയ്തിട്ടും തുറങ്ങുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ചാവി മാറിപ്പോയിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നെ പോയിട്ട് വേറെ തന്നെ എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ അതാ ഡ്രസ്സുകളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ചട്ടിയൊക്കെ ഉള്ളത് കാരണം വികാതെ നോക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ വികാതെ കറക്റ്റാക്കിയിട്ടൊക്കെ ഒന്ന് അറേഞ്ചാക്കി വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് വരുന്ന വീഡിയോയും ഒക്കെ കാര്യമായിട്ടൊക്കെ കുറേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, വഴികളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇനി അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇനിയിപ്പം നാളെ മുതൽ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളായിരിക്കും കേട്ടോ കുറച്ച് ദിവസം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം.